നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നത് നിർത്തുക. ദൈവം തന്റെ പേര് മഹത്വപ്പെടുത്താനും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനും എന്റെ വേദനകളെ എങ്ങനെ ഉപയോഗിച്ചുവെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. കർത്താവിൽ മാത്രം വിശ്വസിക്കുക. ഈ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല ഒരിക്കലും. മൗനമായി ദൈവ സാന്നിധ്യത്തിനായി കാത്തിരിക്കുക. ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. നിങ്ങളുടെ ശ്രദ്ധ കർത്താവിൽ തന്നെ ഉറപ്പിക്കുക. യോന 2:7 എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു. എന്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി. കർത്താവിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രാർത്ഥിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൂടുതൽ ഉറങ്ങുക, മദ്യം ഉപേക്ഷിക്കുക എന്നിങ്ങനെ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായകരമാകുന്ന കൂടുതൽ നടപടികൾ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ചിലപ്പോൾ ഉപവാസം ആവശ്യമാണ്. ഉപവാസത്തെ കുറിച്ചുള്ള ചിന്ത നാം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഉപവാസം എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. മാംസത്തെ പട്ടിണിക്കിടുന്നത് വഴിയായി നമ്മുടെ നോട്ടം കൂടുതൽ നേരെയാകും. ചില ആളുകൾക്ക് കർത്താവിന്റെ മഹത്വം അറിയില്ല. അതുകൊണ്ട് പറയുകയാ, ദൈവത്തെ ഒരിക്കലും അവഗണിക്കരുത്. കർത്താവിനെ ബഹുമാനിക്കുക, ഓരോ നിമിഷവും വിലമതിക്കുക. കാരണം ദൈവ സാന്നിധ്യത്തിലെ ഓരോ നിമിഷവും അനുഗ്രഹമാണ്. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.